ജൂലിയനെ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു. അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒത്തിരി ടെൻഷനും ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ടൈം പേരൻസ് ആവുകയാണ്, പേരൻറ്ഹുഡ്, അതുപോലെ മദർ ഫാദർ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ശരിക്കും ഒത്തിരി ടെൻഷനും വറീസും ഉണ്ടായിരുന്നു. ബട്ട് നൈല വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതൊക്കെ ഒരു ഞങ്ങളുടെ ആ ഒരു ലവ് ബോണ്ട് കുറച്ചുകൂടെ തിക്ക് ആയതായിട്ടാണ് ഞങ്ങൾ തോന്നിയത്. കുറച്ചുകൂടെ സ്ട്രോങ് ആയി. ഏറ്റവും ആകിയത് എന്റെ കയ്യിലേക്കാണ്. അപ്പം എന്താ പറയാ, അവളുടെ ആ ഫസ്റ്റ് ക്രൈ ഒക്കെ കേട്ടപ്പോഴേക്ക് ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. അത് വേർഡ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത പോലത്തെ കുറെ ഇമോഷൻസ് ആയിരുന്നു ആ സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ആരൊക്കെ പോലൊരു കുഞ്ഞ് ഉണ്ടായി വീട്ടിലോട്ട് വരുന്നെന്ന് ആഗ്രഹിച്ച്. അപ്പം വരുന്ന മുമ്പ് ഞാനിങ്ങനെ കണ്ടു. ഞാൻ വന്നപ്പോൾ സന്തോഷമായി. ഇങ്ങനെ പോകുമ്പോഴാണ് എൻ്റെ ബുദ്ധിമുട്ടെല്ലാം കണ്ടു. ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളൊരു വെളുപ്പിനെയാ വന്നത്. അപ്പം രാത്രി മുഴുവൻ അവർ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കാണാൻ വേണ്ടിട്ട്. എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും എവിടെ എത്തി എന്ന് ചോദിച്ച്. അങ്ങനെ വീട്ടിൽ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും പുതിയ വീടും പരിസരവും എല്ലാം ഞങ്ങളുടെ കുഞ്ഞാവേനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സൈറ്റ്മെന്റും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ വന്നപ്പോൾ സുഖമാണ്. കാരണം അല്ലെങ്കിൽ ഫുൾ ടൈം എൻ്റെ കയ്യിലായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവളെ എടുത്തോണ്ട് നടക്കാൻ, കൊഞ്ചിക്കാൻ. ആൻഡ് അവൾക്ക് പാമ്പറിങ് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് എപ്പോഴും അതാണ് അവളുടെ മെയിൻ കാര്യം. ഒരാൾ അടുത്തുണ്ട് അവളെ പാമ്പർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഷീസ് ക്വൈറ്റ് കംഫർട്ടബിൾ. എല്ലാവരുടെയും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. എനിക്ക് 2 സിസ്റ്റേഴ്സാ. അപ്പോൾ ഞങ്ങൾ എപ്പോഴും വീഡിയോ കോൾ ചെയ്യുമ്പോൾ, UK-ലായിരുന്നപ്പോൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അവരിങ്ങനെ ഒത്തിരി കാണാൻ കൊതിച്ചിരുന്ന് ഞങ്ങൾ നാട്ടിൽ വന്നിറങ്ങിയപ്പോഴത്തേക്കും കുഞ്ഞിനെ ഓടി വന്ന് അവരൊത്തിരി കാണാൻ കൊതിച്ചിരുന്ന് കണ്ടതുകൊണ്ട് ശരിക്കും എന്നെ പോലെ തന്നെയുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ് അവർക്കും. അവരുടെ ഉള്ളിൽ അവരും ഒരു അമ്മമാരായ ഫീലിംഗ് ആയിരുന്നു. അതുപോലെ ഈവൻ മമ്മിക്കാണെങ്കിലും ഭയങ്കര ഒത്തിരി ഇമോഷണലി ഒത്തിരി അറ്റാച്ച്ഡ് ആയിരുന്നു ഓൾറെഡി. മമ്മിക്കൊരു പിന്നെയും എന്നെ പോലെ ഒരു കുഞ്ഞിനെ കിട്ടിയതുപോലെയാണ് മമ്മി അവളെ നോക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊത്തിരി നമ്മള് ഇതുവരെ കാണാത്ത ഇമോഷൻസ് ഒക്കെ ആണ് നമ്മൾ കാണുന്നത്. അതിന്റെ ഒത്തിരി നമ്മുടെ മനസ്സ് നിറയ്ക്കോ അവരങ്ങനെ എന്നെ കുഞ്ഞിലെ എങ്ങനെ നോക്കിയോ അതാണ് എനിക്കപ്പോ ഓർമ്മ വരുന്നത്. ഞങ്ങൾക്ക് ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും കൂടെ ഒരു 5-8 മാസം കഴിയുമ്പോഴത്തേക്കും കാണാൻ പറ്റി. മമ്മൂസ് മുക്കാൻ കഴിഞ്ഞു. ചന്ദനക്കട്ടി എനിക്ക് നീ ജീവന്റെ ജീവനല്ലേ. ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. എന്താണെന്ന് വെച്ചാൽ അവന് 1-1.5 വർഷം ആയിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം മറ്റുള്ളവരുടെ കുഞ്ഞിങ്ങനെ എടുത്ത് കളിപ്പിക്കുമ്പോൾ ഞങ്ങൾക്കൊരു ഭയങ്കര ഇതായിരുന്നു. അല്ലെ തന്നെ ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ പലരും ചോദിച്ചു പിന്നെ സജിന് കൊച്ചുണ്ടായില്ലേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പിന്നെ ഞങ്ങൾക്കും ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ പലരും ചോദിക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് അങ്ങനെയൊരു മറുപടിയാണ് കൊടുക്കാൻ കഴിയും. ഏതായാലും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് കുഞ്ഞുണ്ടായി. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഈ ദിവസത്തില് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞങ്ങളോട് ചേരാനായിട്ട് നിങ്ങൾ വന്നതിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങൾക്ക് എല്ലാവർക്കും. നാട്ടിൽ വന്ന സമയത്ത് ഞാൻ നേരത്തെ പോന്നു, ഞാനും ബേബിയും കൂടെ. അപ്പോ
ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, UK ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഇടയ്ക്ക് വീഡിയോ കോൾ ചെയ്യുമ്പോൾ അവള് എന്നെ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ള എനിക്ക് മനസ്സിലായി. എന്നെ കാണുമ്പോഴത്തേക്ക് അവള് വിരുമ്പാൻ തുടങ്ങും. അതൊക്കെ ആദ്യത്തെ കുറെ തവണ കോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് നേരിട്ട് കണ്ടപ്പോഴും അത് തന്നെയായിരുന്നു ആ ഒരു എക്സ്പ്രഷൻ. കുറച്ചു നേരം നോക്കിയിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വിങ്ങി പൊട്ടുന്ന പോലെ ഒരു കരച്ചില്. അപ്പൊ ഉള്ളില് നമ്മളെ ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ടെന്ന് അറിയുമ്പോഴും അതും ഭയങ്കര ഭയങ്കര സന്തോഷമാണ് ഞങ്ങക്ക്. എനിക്ക് അവിടെ ഇരുന്നിട്ട് ഉറക്കം വരത്തില്ല. ജോലിക്ക് പോകാനാണെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട്, ഒറ്റയ്ക്കായതിന്റെ ഫ്രസ്ട്രേഷൻ, എപ്പോഴും ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോസ് മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരു ജയിലിലിട്ട പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് തോന്നിക്കൊണ്ടിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് പിന്നെ ഇപ്പം ഇവരും ദിവ്യ ആണെങ്കിലും കൊച്ചില്ലാതെ ഒരു നിമിഷം പോലും എനിക്കിപ്പം ചിന്തിക്കാൻ പറ്റുന്നില്ല.